ഹലോ ഗൈസ്, അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വേറൊന്നുമല്ല, നമ്മുടെ സ്പെയിൻ വിസ് ബെൽജിയം. അതെ, നമ്മുടെ ക്വാർട്ടർ ഫൈനൽ, ലോകം മുഴുവൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സെക്കൻഡ് ക്വാർട്ടർ ഫൈനൽ. ആര് ജയിക്കും, ആരാണ് സെമി ഫൈനലിലേക്ക് കയറുക? നമ്മുടെ സ്പെയിനാണോ ബെൽജിയമാണോ? നമുക്ക് കാത്തിരുന്ന് കാണാം. ഒരു വശത്ത് യൂറോപ്യൻ ചാമ്പ്യന്മാരായ സ്പെയിൻ, മറുവശത്ത് ലോകത്ത് ഏറ്റവും കൂടുതൽ അപകടകരമായ കൗണ്ടർ അറ്റാക്ക് നടന്ന ടീമായ ബെൽജിയം. ഈ ബെൽജിയം സ്പെയിനെ അട്ടിമറിക്കുമോ? നമുക്ക് നോക്കാം. ഇനി ഒറ്റ വിജയം മാത്രം മതി. ഒരൊറ്റ വിജയത്തിലൂടെ അവർ കടന്ന സ്പെയിൻ സെമി ഫൈനലിലേക്കാണ്. ആരാകും മുന്നോട്ട് പോകുക? തുടർച്ചയായി ക്ലീൻ ഷീറ്റുകൾ, അതായത് ഒരു ഗോൾ പോലും വഴങ്ങാതെ തുടർച്ചയായി വന്നിരിക്കുന്ന സ്പെയിനോ, അതോ അറ്റാക്കിങ്ങിലൂടെ നമ്മുടെ ക്വാർട്ടറിലേക്ക് കയറുന്ന മുമ്പ് നമ്മുടെ അമേരിക്കയെ 4-1 ഓടിച്ചു വിട്ടാൽ നമ്മുടെ നമ്മുടെ ബെൽജിയമോ? ഇന്നത്തെ മത്സരത്തിൻ്റെ ആരാവും ഇന്നത്തെ മത്സരം രാജാക്കന്മാർ? നമുക്ക് നോക്കാം. ഈ യാമലാണോ, ഓസർബാലാണോ, പെട്രിയാണോ? അങ്ങനെ സ്പെയിനിൽ ഒരു ലോഡ് മികച്ച താരങ്ങൾ നിലനിൽക്കുന്ന സ്പെയിനാണോ? മറുവശത്ത് കുൾട്ടോവയോ, ഡി ബ്രൂണ, ഡേക്കു എന്നീ കുറച്ച് അത്യാവശ്യം നല്ല താരങ്ങളുള്ള നമ്മുടെ ബെൽജിയമോ? ആരാണ് ഇന്നത്തെ വിജയം എന്ന് നമുക്ക് നോക്കാം. കാരണം ആര് ജയിച്ചാലും അവർ സെമി ഫൈനലിലേക്ക് കിടക്കുകയാണ്. ഈ സെമി ഫൈനലിൽ സ്പെയിൻ ആണെങ്കിൽ ഒരു ഗോൾ പോലും വഴങ്ങാതെയാണ് ഇത്രത്തോളം എത്തിയിരിക്കുന്നത്. നമ്മുടെ പോർച്ചുഗലിനെ നാട് കടത്തിയാണ് സ്പെയിൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മുടെ ഈ ഇരു ടീമുകളുടെയും പോസിറ്റീവും നെഗറ്റീവും നമ്മുടെ പ്രിഡിക്ഷനും അടക്കം എല്ലാം വിശദീകരിക്കുന്നതാണ്. അപ്പോൾ പൂർണ്ണമായി നിങ്ങൾ വീഡിയോ കാണുക. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ ലോകകപ്പിൽ ഏറ്റവും സ്ഥിരതയുള്ള ഒരു ടീം എന്ന് പറയാൻ ഒരേ ഒരു ടീമേ ഉള്ളൂ, സ്പെയിൻ. അത് ഗ്രൂപ്പ് സ്റ്റേജിൽ തൊട്ട് അവർ ഇതുവരെ എത്തിയത് അവർ കറക്റ്റായിട്ട് അവർ ഒരു ഗോൾ പോലും വഴങ്ങാതെ എതിരാളികളെ മാക്സിമം പന്ത് കൈവശം വെച്ച് തന്നെയാണ്, സ്പാനിഷ് ശൈലി കൈവശം വെച്ച് തന്നെയാണ് അവർ കണ്ടത്. പ്രീ ക്വാർട്ടറിൽ പോർച്ചുഗലിനെ 1-0 വിജയിച്ചു. നമ്മുടെ സ്പെയിൻ തുടർച്ചയായി 6 മത്സരങ്ങളിലും തുടർച്ചയായി ഒരു ക്ലീൻ ഷീറ്റ്, അതായത് ഒരു ഗോൾ പോലും വഴങ്ങാതെയാണ് ഇതുവരെ എത്തിയിരിക്കുന്ന ഒരു അപൂർവ നേട്ടം തന്നെയാണ് വേൾഡ് കപ്പിൽ. അങ്ങനെ മധ്യനിരയിലെ മികച്ച നിയന്ത്രണം, ആക്രമണത്തിൽ ക്ഷമയോടുകൂടി അവസരം സൃഷ്ടിക്കുന്ന ശൈലി, ഇതൊക്കെയാണ് നമ്മുടെ സ്പെയിൻ്റെ വലിയ കരുത്ത് എന്ന് പറയുന്നത്. ബെൽജിയമിൻ്റെ യാത്ര അത്ര സുഖകരമായി തന്നെയല്ല. കാരണം ഗ്രൂപ്പ് ഘട്ടത്തിൽ ചില മത്സരങ്ങളിൽ അവർ പ്രതീക്ഷ പ്രകടനം തന്നെ കാഴ്ചവെച്ചില്ല. നോക്കൗട്ടിൽ എത്തിയ ശേഷമാണ് അവർ മറ്റൊരു ബെൽജിയമായി തന്നെ മാറിയത്. നമ്മുടെ റൗണ്ട് 16 അമേരിക്കയെ 1-4, അതായത് സ്വന്തം നാട്ടിൽ അമേരിക്കയിൽ നടക്കുന്ന കളിയാണ്. അവിടെ വെച്ച് അമേരിക്കയെ 4-1 തോൽപ്പിച്ചാണ് അവർ ഭയങ്കര ആത്മവിശ്വാസത്തോടുകൂടിയാണ് വരുന്നത്. ഭയങ്കര വേഗമേറിയ കൗണ്ടർ അറ്റാക്കും ഫിനിഷും ശാരീരിക ശക്തിയും എല്ലാം ബെൽജിയത്തെ അപകടരിയാക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇന്ന് ഏറ്റവും മുന്നിൽ കൃത്യതയുള്ള പാസ് നൽകുന്ന ഒരു ടീം തന്നെയാണ് ബെൽജിയം. അങ്ങനെ തന്നെ ഈ മത്സരം സ്പെയിന് നല്ലൊരു പരീക്ഷണം തന്നെയായിരിക്കും എന്നാണ് സ്പെയിനിലെ മികച്ച താരങ്ങൾ എന്നുള്ളത് നമുക്കറിയാം. ഓസർബെൽ 5 മത്സരങ്ങളിൽ 4 ഗോൾ അടിച്ചു, ഒരു അസിസ്റ്റ് നൽകി മികച്ച ഫോമിലാണ് അദ്ദേഹം. അതേപോലെ നമ്മുടെ യമാൽ, നമ്മുടെ 18 വയസ്സുള്ള ഇനിത്തെ തലമുറ ഫുട്ബോൾ ആകർഷിക്കാൻ ഒരു താരമെന്നുണ്ടെങ്കിൽ ഈ യമാലാണ്. അങ്ങനെ പുള്ളിയുടെ ഡബ്ലിങ്ങും വേഗതയും എല്ലാം ഏത് പ്രതിരോധം തകർക്കാൻ കഴിയുന്നതാണ്. പിന്നെ കളിയുടെ വീതം പെട്രിയാണ് കളിയുടെ നിയന്ത്രണം ഫുള്ളായിട്ട് നേരിടുന്നത്. പെട്രി ഉണ്ടെങ്കിൽ തന്നെ പ്രതിരോധം മിഡ്ഫീൽഡിന് നല്ല ബാലൻസ് ലഭിക്കും. നമ്മുടെ പിന്നെ ഗോളായിട്ടുള്ള സീമോൺ ഇതുവരെ നടത്തിയ എല്ലാം മികച്ച പ്രകടനമാണ്. കാരണം ഒരു ഗോൾ പോലും പുള്ളി വഴങ്ങിയിട്ടില്ല. പിന്നെ ബെൽജിയത്തിനായാലും നമ്മുടെ ഡേക്കു ഒരു കൗണ്ടർ അറ്റാക്ക് മാത്രം മതി ഒരു മത്സരം മാറ്റി വയ്ക്കാൻ. അങ്ങനെയാണ് ഡേക്കുവിൻ്റെ കാര്യം. പിന്നെ ഒപ്പൻഡ നമുക്കറിയാലോ, വേഗമേറിയ ഫോർവേഡ്, അതായത് പന്ത് കിട്ടിയാൽ പിന്നെ പറക്കുകയാണ്. ഒരു ചെറിയ സ്പേസ് കിട്ടിയാൽ പോലും ഗോളാക്കാൻ കഴിവുള്ളവനാണ് നമ്മുടെ ഒപ്പൻഡോ. നമ്മുടെ കെവിൻ ബ്രൂണോ, അത് കളിച്ചാൽ പുള്ളിയൊക്കെ ഒരു പാസ് മതി. പുള്ളിയൊക്കെ കൗണ്ടർ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ മെയിൻ ആശാമാരാണ് ഇവരൊക്കെ. അങ്ങനെ നമ്മുടെ ഏറ്റവും മികച്ച ഗോൾ കീപ്പറായ തിബോ കുൾട്ടോവ, ഇവരൊക്കെ ബെൽജിയത്തിൻ്റെ ബെൽജിയത്തിൻ്റെ ഭയങ്കര പ്ലസ് പോയിന്റ് തന്നെയാണ്. ഇവരെല്ലാവരും ഒത്തൊരുമിച്ച് ഒരു നിലയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സ്പെയിന് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. സ്പെയിൻ അട്ടിമറിക്കാൻ വമ്പൻ ശേഷിയുള്ള ആൾ തന്നെയാണ് ബെൽജിയം. അങ്ങനെ സ്പെയിൻ്റെ പ്ലസ് പോയിൻ്റാണ് കറക്റ്റ് 12 സ്പെയിനുള്ളത്. സ്പെയിൻ്റെ ഏകദേശം 65-70% പാസുകൾ അവർ പന്തടക്കി വെച്ച് ഇങ്ങനെ പതുക്കെ അങ്ങനെ കൊടുക്കുന്ന ഒരു ശൈലിയാണ് അവരുടെ. പിന്നെ അവരുടെ പ്രതിരോധം, ഇതുവരെ ഒരു ഗോൾ പോലും വഴങ്ങാത്തവരാണ് പ്രതിരോധം. പിന്നെ കറക്റ്റ് ടീം വർക്ക്, ഒരു താരത്തെ മാത്രമല്ല അവർ ആശ്രയിക്കുന്നത്, അവരെല്ലാവരും ഒരു വമ്പൻ ടീം തന്നെയാണ്. അത് തന്നെയാണ് ആ ടീമിൻ്റെ വിജയം. പിന്നെ സ്പെയിൻ്റെ നെഗറ്റീവ് എന്ന് പറയുന്നത് എല്ലാ അവസരം ഗോളാക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല. അത് തന്നെയാണ് നമ്മുടെ ഓസർബാൽ മികച്ച ഫോമിലാണെങ്കിലും പലപ്പോഴും ഒരുപാട് അവസരങ്ങൾ പുള്ളി നഷ്ടപ്പെടുത്തുന്നുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ഈ പാസിങ്ങാണ്, അമിതമായ പാസിങ്. അത് എത്രത്തോളം കൗണ്ടർ അറ്റാക്കിന് നമ്മുടെ
ബെൽജിയം അടിച്ചെടുക്കാൻ ചാൻസ് ഉണ്ടെന്നുള്ളത് ഭയങ്കര നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്. കാരണം ഒരു പാസിങ്ങിലൂടെ ഒരു കൗണ്ടർ അറ്റാക്ക് ബെൽജിയത്തിനാണെങ്കിൽ കൗണ്ടർ അറ്റാക്കിൻ്റെ ആശാന്മാരാണ് അവർ. അങ്ങനെ ബെൽജിയത്തിൻ്റെ പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ കൗണ്ടർ അറ്റാക്ക് തന്നെയാണ്. ഒന്നോ രണ്ടോ പാസിൽ അവർ ഗോൾ മുഖത്തെത്തും. അതാണ് ഫിസിക്കൽ ഗെയിം. അത്യാവശ്യം നല്ല ഹെൽത്തും നല്ല സംഭവമുള്ളവരാണ് ബെൽജിയം. പിന്നെ നമ്മുടെ ഗോൾ കീപ്പർ കുൾട്ടോവ, അവൻ്റെ അനുഭവ സമ്പത്തും എല്ലാം വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ ബെൽജിയത്തിൻ്റെ നെഗറ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ പന്ത് കൈവശം വയ്ക്കാനുള്ള ശേഷിയില്ല. കാരണം കൗണ്ടർ അറ്റാക്കിലൂടെ അവർക്ക് പന്ത് എപ്പോഴും നഷ്ടപ്പെടുന്നു. സ്പെയിനാണെങ്കിൽ തുടർച്ചയായ ആക്രമണം തുടങ്ങി കഴിഞ്ഞാൽ ഇവർ ഉറപ്പായിട്ടും പ്രതിരോധത്തിലിറങ്ങും. ഇതൊക്കെ താരങ്ങളെല്ലാം നമ്മുടെ താരങ്ങളെ ബാധിക്കും. അങ്ങനെ പ്രതിരോധത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവരുടെ ആത്മവിശ്വാസങ്ങൾ കൂടുതൽ ഫൗൾ ചെയ്യാനുള്ളൊക്കെ കാരണമാകും. ഇവർ പിന്നെയും ഈ പറയും പോലെ കാർഡുകൾ മേടിച്ച് കൂട്ടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നല്ലൊരു ടീം ബാലൻസിലൂടെ ഇവർ വിജയിച്ചാൽ ബെൽജിയത്തിന് മുന്നേറാനും സാധിക്കും. നമ്മൾ ഇതുവരെ ബെൽജിയമും സ്പെയിനും 5 മത്സരങ്ങളോളം ഏറ്റുമുട്ടിയിട്ടുണ്ട്. 5ലും ഈ പറയും പോലെ സ്പെയിൻ തന്നെയായിരുന്നു വിജയിച്ചത്. നമ്മുടെ ബെൽജിയത്തിനാണെങ്കിൽ ഇതുവരെ ഒരു ഗോളാണ് അവർക്കെതിരെ നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെ എല്ലാ ചരിത്രവും സ്പെയിനൊപ്പം തന്നെയാണ്. പിന്നെ ഈ പന്ത് ഏറ്റവും കൂടുതൽ കൈവശം വഹിക്കുന്ന സ്പെയിൻ തന്നെയായിരിക്കും. അത് തന്നെയായിരിക്കും. പിന്നെ കൗണ്ടർ അറ്റാക്ക് അത് ആര് നടത്തുന്നു? ബെൽജിയത്തിൻ്റെ ഒരു കൗണ്ടർ അറ്റാക്ക് മതി ഒരു ഗോൾ നേടാൻ. ആദ്യ ഗോൾ നേടുന്ന ഏത് ടീമാണോ അതായിരിക്കും ഏറ്റവും കൂടുതൽ മുൻതൂക്കം കിട്ടുക. കാരണം തുടക്കം തന്നെ ആരാണോ ഗോൾ അടിക്കുന്നത് അവരായിരിക്കും ഈ പറയും പോലെ മറ്റേ ടീമിനെതിരെ ആണി അടിക്കുന്നത്. സ്പെയിൻ ലീഡ് എടുത്താൽ പിന്നെ പറയണ്ടല്ലോ. പിന്നെ ബെൽജിയമാണ് ലീഡ് എടുത്തെങ്കിൽ സ്പെയിൻ്റെ അറ്റാക്ക് മൊത്തം വന്ന് അറ്റാക്ക് ചെയ്യും. അതേപോലെ തന്നെ പിന്നെ എൻ്റെ പ്രിഡിക്ഷൻ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമ്മുടെ സ്പെയിൻ പരാജയപ്പെടും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഫുട്ബോളാണ്, എന്ത് സംഭവിക്കാം, എവിടെ മേളിൽ എന്ത് സംഭവിക്കാം. അതുകൊണ്ട് തന്നെ സ്പെയിൻ പരാജയപ്പെടും എന്നാണ് എൻ്റെ തോന്നുന്നത്. കാരണം ഒരു കൗണ്ടർ അറ്റാക്ക് മതി സ്പെയിന് തോൽപ്പിക്കാനും എടുക്കാനും. അങ്ങനെ 2-1 ബെൽജിയം സ്പെയിനെ തോൽപ്പിക്കും എന്നാണ് എൻ്റെ ഒരു പ്രഡിക്ഷൻ. എൻ്റെ മാത്രം പ്രഡിക്ഷനാണ്, എൻ്റെ വിശകലനത്തിൻ്റെ പ്രഡിക്ഷനാണ്. ഒക്കെ മാറി മറിയാൻ ഫുട്ബോളാണ്. സ്പെയിൻ ജയിക്കാനും സാധ്യതയുണ്ട് എന്ന് ഞാൻ പറയുന്നു. ബെൽജിയം ക്ഷമയോടെ കളിച്ച് സ്പെയിൻ്റെ പന്തക്കത്തറെ അതിജീവിച്ച് അവിടെ പാസിങ്ങിന് അതിജീവി കൗണ്ടർ അറ്റാക്കിലൂടെ അവസരങ്ങൾ കിട്ടുന്നത് മുതലാക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ സ്പെയിൻ ഈ വേൾഡ് കപ്പിൽ നിന്ന് പുറത്താകും. വമ്പൻ ടീമായിട്ട് വന്ന വേൾഡ് കപ്പ് ഇതുവരെ ഒരു ഗോൾ പോലും വഴങ്ങാത്തവരാണ്. പക്ഷേ എൻ്റെ ഒരു പ്രഡിക്ഷൻ എന്ന് പറഞ്ഞത് ബെൽജിയം സ്പെയിനെ തോൽപ്പിക്കും എന്ന് തന്നെയാണ്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ നിങ്ങളുടെ പ്രഡിക്ഷൻ എന്തായാലും കമൻറ്റ് ചെയ്യുക. എന്നോട് ദേഷ്യം തോന്നിയിട്ട് കാര്യമില്ല, എനിക്ക് തോന്നിയതാണ് ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് സ്പെയിനിൻ്റെ ഈ വേൾഡ് കപ്പ് അങ്ങനെയാണല്ലോ, ഒരു ഒറ്റ ഗോൾ മതി കളി മാറ്റിമറിക്കാൻ. അതേപോലെ തന്നെ ബെൽജിയം നിസ്സാര ടീമല്ല. ബെൽജിയം സ്പെയിനെ തോൽപ്പിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. 2-1 ബെൽജിയം ജയിച്ച് കറുത്ത കുതിരകളായി തന്നെ വേൾഡ് കപ്പിൽ തുടരും, സെമിഫൈനലിലേക്ക് പോകും. ഇനി നിങ്ങളുടെ പ്രഡിക്ഷൻ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി പിന്നെ കാണാം. ഓക്കെ, ബൈ.